നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിൽ അറ്റകുറ്റപ്പണികൾക്കിടെ ഉണ്ടായ അപകടത്തിൽ ചേർത്തല സ്വദേശിയായ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ പിതാവ് ഇടുക്കി എസ്പിക്ക് പരാതി നൽകി. കരാറുകാരൻ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ഒരു ക്രമീകരണവും ചെയ്തിരുന്നില്ലെന്നും സംഭവത്തിൽ കേസെടുക്കാൻ നെടുങ്കണ്ടം പോലീസ് വിമുഖത കാട്ടിയതായും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് അന്വേഷണ ചുമതല കട്ടപ്പന ഡിവൈഎസ്പിക്ക് കൈമാറി. ഈ മാസം 8-നാണ് പെട്രോൾ പമ്പിലെ ജോലിക്കിടെ സ്കഫോൾഡ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ചേർത്തല സ്വദേശിയായ ജെബിൻ മരണപ്പെട്ടത്. നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിലെ അറ്റകുറ്റപ്പണികൾക്കിടെ ആലപ്പുഴ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ പിതാവ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി. കരാറുകാരൻ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് കേസന്വേഷണം കട്ടപ്പന ഡിവൈഎസ്പിക്ക് കൈമാറി. ഈ മാസം 8-ാം തീയതിയാണ് നെടുങ്കണ്ടം SP പെട്രോൾ പമ്പിൽ ഇലക്ട്രിക് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ സ്കഫോൾഡ് മറിഞ്ഞു വീണ് ചേർത്തല കാരിക്കാട്ട് ജെബിൻ മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവാവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുക്കാൻ വിമുഖത കാട്ടിയതായും കേസുമായി മുന്നോട്ടു പോയാൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് പോലീസ് പറഞ്ഞതായും ജെബിന്റെ പിതാവ് ബെന്നി SP-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. കരാറുകാരന്റെ അശ്രദ്ധയും അലംഭാവവും മൂലമാണ് തനിക്ക് മകനെ നഷ്ടമായത്. ഭാരം കുറഞ്ഞ പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കഫോൾഡിന് ആവശ്യമായ നീളമോ ബലമോ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അടിയിൽ ഉറപ്പിച്ചിട്ടുള്ള വീൽ ലോക്ക് ചെയ്താലും ചെറിയ ചലനമുണ്ടായാൽ തനിയെ തെന്നി മാറുമായിരുന്നു. ഉയരത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സേഫ്റ്റി ബെൽറ്റ്, ഹെൽമറ്റ് തുടങ്ങിയവ നൽകേണ്ടതാണ്. എന്നാൽ ഇവ രണ്ടും കരാറുകാരൻ നൽകിയിരുന്നില്ല. അപകടത്തിൽ തലയ്ക്കേറ്റ മാരകമായ പരിക്കാണ് മരണകാരണമായത്. അപകടം നടന്ന ശേഷം കോൺട്രാക്ടറുടെ പ്രതിനിധികൾ സംഭവസ്ഥലത്ത് സേഫ്റ്റി ഉപകരണങ്ങൾ കൊണ്ടുവച്ചതായും പരാതിയിൽ പറയുന്നു. തൊഴിലാളികൾക്ക് ESAയും PF-ഉം പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും എടുക്കേണ്ട ഉത്തരവാദിത്വം കോൺട്രാക്ടർക്കുണ്ട്. എന്നാൽ ഇവയൊന്നും പാലിച്ചിട്ടില്ല. ഇവയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ കേസന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും പരാതിയിൽ പറയുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസിന്റെ അന്വേഷണം കട്ടപ്പന ഡിവൈഎസ്പിയെ ഏൽപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.